ബോഡി മെട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ബോഡി മെട്ടിൽ നിന്നും ബോഡി നായ്ക്കന്നൂർ റൂട്ടിൽ, അതായത് തമിഴ്നാട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ ബോഡി മെട്ടിൽ നിന്നും ഒരു 4 വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഹൈറ്റുള്ള ഒരു സ്ഥലമുണ്ട്. അത് നമുക്ക് സൈഡിലേക്ക് നീങ്ങി നിന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ നിന്ന് കഴിഞ്ഞാൽ കുതിരപ്പാത എന്ന് പറയുന്ന ഒരു പാത കാണാം. ഈ കുതിരപ്പാത വഴിയാണ് ആദ്യകാലത്ത് വന്ന സർവ്വ പ്ലാന്റേഴ്സും ഈ കണ്ണൻദേവൻ മലനിരകളിലേക്ക്, മൂന്നാറിലേക്ക് വന്നത്. അവർ ഈ കുതിരപ്പാത വഴിയായിട്ട് ഈ വലിയ ചെങ്കുത്തായ മലനിരകൾ കയറി സൂര്യനെല്ലി വാലി എത്തി അവിടെ നിന്നും ദേവികുളം വഴി ദേവിമലയുടെ താഴ്വരയിൽ കൂടിയാണ് മൂന്നാറിലേക്ക് അന്നത്തെ കാലത്ത് എല്ലാവരും എത്തപ്പെട്ടത്. മുൻ എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ കുറേ പ്ലാന്റേഴ്സ് എത്തി. ജോൺ ഡാനിയൽ മൺറോ ഇവിടെ എത്തി, ക്രിബിൾ ടർണറും വില്യം ടർണറും ഇവിടെ എത്തി. അവരിവിടെ സിങ്കോണ പ്ലാന്റ് ചെയ്തു. അതിനുശേഷം എച്ച് ഷാർപ്പ് ആദ്യത്തെ തേയിലച്ചെടി നട്ടു. അതിനുശേഷം സോത്തുപ്പാറ എസ്റ്റേറ്റ് തുടങ്ങി, കുറേ പ്ലാന്റേഴ്സ് എത്തി. ആനമുടി എസ്റ്റേറ്റ് തുടങ്ങി. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ മഴയായിരുന്നു ഇവിടെ ഭൂരിഭാഗം സമയം. വലിയ മഴയും കാലാവസ്ഥ വളരെ മോശമായിരുന്നു, വളരെ മഞ്ഞും. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടിട്ടായിരുന്നു അന്നത്തെ കാലത്ത് അവർ ഈ മലനിരകളിൽ തേയില വെച്ചത്. അന്നത്തെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ കാട്ടുമൃഗങ്ങൾക്കിടയിൽ കൂടിയുള്ള ജീവിതമായിരുന്നു. ആനയും പുലിയും കടുവയും എല്ലാം ഈ കണ്ണൻദേവൻ മലനിരകളിൽ ഇറങ്ങി നടക്കുമ്പോൾ കൊടും തണുപ്പും മഞ്ഞും മഴയും ഒന്നും വകവെക്കാതെയാണ് അവർ ഈ കൊടുങ്കാടുകളിൽ അന്നത്തെ കാലത്ത് സിങ്കോണ, സിസൽ, തേയില എന്നിവ എല്ലാം വന്ന് കൃഷി ചെയ്തത്. മിക്കവാറും സമയം ഇവിടെ വലിയ മഴയും ഇടിയും കൊല്ലാനും അങ്ങനെ പല കാലാവസ്ഥ വളരെ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെയായിട്ടുള്ള സമയത്തായിരുന്നു അവർ ഈ കണ്ണൻദേവൻ മലനിരകളിൽ അവരുടെ പ്ലാന്റേഷൻസ്, കൃഷികൾ തുടങ്ങിയത്. അതുപോലെ തന്നെ ആനയും കാട്ടുപോത്തും എല്ലാം എപ്പോഴും മേഞ്ഞു നടന്നിരുന്ന ഈ കൊടുങ്കാടുകളിൽ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ കാട്ടുമരങ്ങൾ വെട്ടിയിട്ട് ഇവിടെ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു ജോലിയായിരുന്നു. അന്ന് അവർ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാരെ ഈ കണ്ണൻദേവൻ മലനിരകളിൽ എത്തിച്ചു. അവരും ഈ യൂറോപ്യൻ പ്ലാന്റേഴ്സും എല്ലാം കൂടി വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അന്ന് ഇവിടുത്തെ വലിയ പടുകൂറ്റൻ മരങ്ങൾ വെട്ടി നിരപ്പാക്കി. ആ മരങ്ങൾ വെട്ടി നിരപ്പാക്കിയിട്ട് അത് തീയിട്ടതിന് ശേഷമായിരുന്നു ഇവിടെ തേയില പ്ലാന്റ് ചെയ്തത്. അന്നും ഇവിടെ ഈ കൊടുങ്കാടുകളിൽ മുതുവൻസ് താമസം ഉണ്ടായിരുന്നു. ഈ യൂറോപ്യൻസിനെ ശരിക്കും മുതുവൻസ് ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ആദ്യം വന്ന ജോൺ ഡാനിയൽ മൺട്രോയ്ക്കും ക്രിബിൾ ടർണറും ഒക്കെ വഴികാട്ടികളായിരുന്നത് ഇവിടുത്തെ മുതുവൻ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനെ ഈ കണ്ണൻദേവൻ മലനിരകളിലെ ഇന്ന് നമ്മൾ കാണുന്ന ഈ തേയിലയുടെ പുറകിൽ ഒരുപാട് മനുഷ്യരുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും വലിയ കഥകളുണ്ട്. മുൻ എപ്പിസോഡുകളിൽ 1879 ശേഷം 1882 വരെ ഇവിടെ പല എസ്റ്റേറ്റുകൾ തുടങ്ങിയത് നിങ്ങൾ കണ്ടല്ലോ. 1882 സിയോ മാർട്ടിൻ സോത്തുപാറ എസ്റ്റേറ്റ് തുടങ്ങി. അതേക്കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം 1883 CWW മാർട്ടിൻ, അദ്ദേഹത്തിൻ്റെ നെഫ്യൂ AFF മാർട്ടിൻ, ഈ AFF മാർട്ടിൻ്റെ ഫുൾ നെയിം ഏൽമർ ഫുൾക്കെ മാർട്ടിൻ എന്നാണ്. അദ്ദേഹത്തെ പൊതുവെ ടോബി മാർട്ടിൻ എന്നും വിളിക്കും. അവർ രണ്ടുപേരും കൂടെ ഇവിടെ എത്തിയിട്ട് ചിറ്റുവരൈ എസ്റ്റേറ്റ് തുടങ്ങി. ഈ ചിറ്റുവരൈ എസ്റ്റേറ്റിന് ചിറ്റുവരൈ പ്ലാന്റിംഗ് കമ്പനി എന്ന് പേരിട്ടു. ഈ ചിറ്റുവരൈ എസ്റ്റേറ്റിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ എല്ലപ്പെട്ടി എന്ന പച്ചക്കറി ഗ്രാമം എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ, ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചിറ്റുവരൈ എസ്റ്റേറ്റിലെത്തും. അതേപോലെ തന്നെ കുണ്ടല ഡാമിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഈ ചിറ്റുവരൈ എസ്റ്റേറ്റിലേക്ക് പോകാൻ സാധിക്കും. മൂന്നാറിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വ്യക്തിയാണ് AFF മാർട്ടിൻ അഥവാ ടോബി മാർട്ടിൻ. ഈ മൂന്നാറിൻ്റെ ചരിത്രത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ടോബി മാർട്ടിൻ. മൂന്നാറിൽ വന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും അദ്ദേഹം മൂന്നാറിൽ തന്നെയായിരുന്നു. അദ്ദേഹം മരിച്ച് അടക്കപ്പെട്ടതും മൂന്നാറിൽ തന്നെയാണ്. അദ്ദേഹം നിർമ്മിച്ച റോഡിൽ കൂടി നമ്മൾ നിരവധി തവണ, നിങ്ങളും ഞാനും എല്ലാം ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്ന് നമുക്കറിയില്ല. നിങ്ങൾ നിരവധി തവണ മൂന്നാറിൽ നിന്നും രാജമലയ്ക്ക്, അതായത് ഇരവുളൻ നാഷണൽ പാർക്കിനും മൂന്നാറിൽ നിന്നും മറയൂറും മൂന്നാറിൽ നിന്നും
ഉടുമൽപേട്ടിനും ഒക്കെ നിരവധി തവണ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ ഈ ട്രാവൽ ചെയ്തിരിക്കുന്ന ആ റോഡ് പോലും ഏറ്റവും ആദ്യം 1894 ഈ കാണുന്ന റോഡുണ്ടല്ലോ, ഇത് മൂന്നാർ, മറയൂർ, ചിന്നാർ, ഉടുമൽപേട്ട് റോഡാണ്. ഈ റോഡ് പോലും വെട്ടിയത് ഈ AFF മാർട്ടിൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് വയലറ്റ്, അതോടൊപ്പം കുറേ മുതുവൻസ് കൂടി ചേർന്നിട്ട് മൂന്നാറിൽ നിന്നും അവർ ഉടുമൽപേട്ടിന് തൊട്ടിപ്പുറമുള്ള മാൻപെട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തിയിട്ട് അവിടെ നിന്നുമാണ് ഈ റോഡിൻ്റെ വർക്ക് അവർ ചെറിയ ഒരു റോഡായിട്ട്, ഈ കാളവണ്ടികൾക്ക് മാത്രം പോകാനുള്ള ചെറിയ ഒരു റോഡായിട്ട് ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങിയത്. ഇന്നിപ്പോൾ ഈ റോഡ് വളരെ ടാർ ചെയ്ത് വളരെ വീതിയുള്ള മനോഹരമായ ട്രാവൽ ചെയ്യാൻ വളരെ സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു റോഡാണ്. ഇനി നിങ്ങൾ അടുത്ത തവണ മൂന്നാറിൽ നിന്നും രാജമലയ്ക്കോ മറയൂറിനോ അല്ലെങ്കിൽ ചിന്നാറിനോ ഉടുമൽപേട്ടിനോ ഈ റോഡ് വഴി ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, വളരെ പ്രയാസപ്പെട്ടിട്ട് അവർക്ക് ആഹാരം പോലും കഴിക്കാൻ കിട്ടാതെയാണ് AFF മാർട്ടിൻ അഥവാ ടോബി മാർട്ടിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതേപോണക്ക് കുറേ മുതുവൻസ് അവരെ സഹായിച്ചു. അവർ മറയൂർ നിന്നും റോഡ് വെട്ടുന്നത് കൊണ്ടിട്ട് അവർ ഇവിടെ നിന്നും അരി പോലും കരുതാതെ അവർ പോയി. പക്ഷേ അവർക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ല. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവർ ഈ റോഡ് ഉണ്ടാക്കിയത്. അങ്ങനെ മൂന്നാറിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ AFF മാർട്ടിൻ. മൂന്നാറിനെ സ്നേഹിച്ച, മൂന്നാറിൽ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട ഈ ടോബി മാർട്ടിൻ്റെ വിലപ്പെട്ട സംഭാവനകൾ ഇനിയും മൂന്നാറിന് കിട്ടിയിട്ടുണ്ട്. കാണാം അടുത്ത എപ്പിസോഡിൽ. താങ്ക്